ഹലോ ഗെയിമേഴ്സ്, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഇൻഫോ എന്ന് പറഞ്ഞാൽ RPയിൽ നമുക്ക് TVA വേഴ്സസ് T47 ടർഫ് വാർ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു വിന്നിംഗ് മൂവ്മെന്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അൺഫെയർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സോണാണ് വന്നിരിക്കുന്നത്. എന്റെ പൊന്നെ, മൊത്തത്തിൽ അവരുടെ അഡ്വാൻറ്റേജ് നഷ്ടമായിരിക്കുകയാണ് ഡിഫെൻഡിങ്ങിന്റെ. കറന്റ് സോണിന്റെ കൺട്രോൾ ഉള്ളത് T47 കയ്യിലാണ്. നല്ലൊരു അഡ്വാൻറ്റേജ് പൊസിഷനിലാണ് T47 കറന്റ് ഈ ഒരു സോണിൽ നിൽക്കുന്നത്. ഇത് എങ്ങനെ TVയെ ക്യാപിറ്റലൈസ് നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ സോൺ കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്ക് ഈ എന്റെ ഈ ടർഫില് ചാടിയിട്ടുണ്ട്. നല്ലൊരു ആംഗിൾസ് പുതിയ ആംഗിൾസിലോട്ടാണ് അവർ വന്നോണ്ടിരിക്കുന്നത്. T47 ദാമുവിന്റെ വണ്ടി അവിടെ അടുപ്പിക്കുന്നില്ല, അത് പിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്പ്രേ ലോങ്ങിലുള്ള ഈ ഒരു വണ്ടിക്കാണ് വന്നിരിക്കുന്നത്. അസൻസിയോ വിസ്ഡം പിക്ക് ചെയ്തിട്ടുണ്ട്. പെയിന്റ് എവിടെ ചത്ത്? വേറെ എവിടെ ചത്താ? പ്ലേയേഴ്സ് അവർക്ക് കുറെ ഒരു നല്ലൊരു പുഷ് ഫ്രം ഫ്ലെക്സർ. നല്ലൊരു പുഷ് ഫ്രം 5-6 പ്ലേയേഴ്സ്. ഹിറ്റാച്ചി, അസൻസിയോ, ദാമോടെ കയറി ഹിറ്റാച്ചി ഡൗൺ ആയിരിക്കുകയാണ്. സ്റ്റീവ് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്റ്റീവ് അസ്രിയൽ നിൽക്കുന്ന ഒരു ഏരിയ വളരെ ഏരിയയാണ്. പൊട്ടിത്തെറിച്ചാൽ ചത്തുപോകും. സ്റ്റീവ് അസ്രിയൽ ഫ്ലെക്സറിനെ ഫയർ ചെയ്യുന്നുണ്ട്, അസൻസിയോ ഫയർ ചെയ്യുന്നുണ്ട്. സ്റ്റീവ് അസ്രിയലിനെ പിക്ക് ഓഫ് ചെയ്ത് T47 പ്ലേയേഴ്സ് സ്റ്റീവ് അസ്രിയലിനെ പിക്ക് ചെയ്തിരിക്കുകയാണ്. വേറെ തിരിച്ചടിച്ചു തരും ഉറപ്പായിട്ടും. ഈ ഒരു സിനാരിയോയിൽ T47 ജയിച്ചിരിക്കുകയാണ്. TVയുടെ കയ്യിൽ നിന്നും ഈ ഒരു ടർഫ് നല്ല കളിയായിരുന്നു. അവര് നന്നായിട്ട് കളിച്ചടാ. ഡിസഡ്വാൻറ്റേജ് കളിച്ചു. ടർഫ് വാറിന് ശേഷം വാർ ചാറ്റിൽ ഒരു മെസ്സേജ് അവരിട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഈഗിൾ കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായിരുന്നു വാർ ചാറ്റിൽ വന്നേ ബ്രോ? ഞാൻ കണ്ടില്ല. കണ്ടില്ലെങ്കിൽ കാണണ്ട. എന്തിനാ കാണുന്നത് ഇതൊക്കെ? എന്ത് വാർ ചാറ്റ് വന്നതാണെന്നോ? ബാക്ക് അടിച്ച് നോക്കാൻ പോവാന്നോ ഈകളെ? കാണട്ടെ. എനിക്ക് അതൊക്കെ കണ്ടാലേ ഒരു രസമുള്ളൂ ബ്രാവോ. എനിക്കതൊക്കെ കുറച്ചും കൂടെ ബാക്കി, കുറച്ചും കൂടെ മേളി പോടാ കൊട്ടവാസു. എന്തിനാണ് നിനക്ക് ടർഫ് കിട്ടുവാണെങ്കിൽ നീ എടാ കൊട്ടവാസു, ഇതിന്റെ പേര് നിനക്ക് ടർഫ് കിട്ടുവാണെങ്കിൽ നീ എടുത്തോ. കൊട്ടവാണമെന്നോ? ഓക്കേടാ തന്തയില്ലാത്ത പട്ടി. ഞങ്ങൾ അടിച്ചെടുത്തിട്ട് ഞാൻ ബാക്കി പറയാം നിന്റെ അടുത്ത്. കേട്ടറാ? അപ്പൊ എന്നെ കഴിവറാ മോനെ. എന്തായാലും നിന്നെ പോലെ മറ്റേ ഇമോട്ട് ഇട്ടെന്ന് വന്ന് പറഞ്ഞു VC പോയിരുന്ന് കരയാൻ എനിക്ക് താല്പര്യമില്ല. ഞങ്ങളിത് അടിച്ചു തന്നെ എടുത്തോളാം. നിന്റെയൊക്കെ കൂട്ട് ഇമോട്ട് ഇട്ടു, വാക്കിംഗ് സ്റ്റൈൽ മാറ്റി, അയ്യോ എനിക്ക് ടർഫ് തരണേ എന്ന് പറഞ്ഞ് കരയാനുള്ള താല്പര്യം എനിക്കില്ല. FRP അല്ലേ? ഇനി FRP ആണെങ്കിലും അതിനി വല്ല അബ്യൂസ് ആണെങ്കിലും ഞാൻ അത് വലിക്കൂല. ഞാൻ ഈ ഊത്തിന് കൊടുക്കും. ഈ ഊത്തുവാണത്തിന് ഞാൻ അന്നേരം സിറ്റിക്കകത്ത് കൊടുക്കുള്ളൂ. ഈ ഊത്തുവാണത്തിന്. മനസ്സിലായ? ഇല്ല, ഞാൻ FRP ഒന്നും വലിക്കാൻ പോകത്തില്ല. എന്ത് FRP? അത് FRP അല്ല. അത് ഒന്നാമത്തെ കാര്യം. FRP ഒന്നുമില്ല. ഇതെന്താ ബ്രോ ഇങ്ങനെ? കുഴപ്പമില്ല. വേണ്ട. ഇറ്റ്സ് ഓക്കെ. ഞാൻ വലിക്കില്ല ബ്രോ. ഡ്രൈവറിന്റെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതിന്റെ പേരിലൊന്നും ടർഫ് FRP വലിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടിച്ചെടുക്കാം. ഇല്ല, നമുക്ക് FRP ഒന്നും വലിച്ചെടുക്കണ്ട. ഇത് വലിച്ചാ ഇതാവണോ? ടർഫ് ഇതാവോ? ടർഫ് ഇതാവും. അപ്പൊ നീ ഔദാര്യത്തിന് വെച്ചോടാ. അത് ഞാൻ തിരിച്ചെടുത്തോളാം.
എന്റെ ഔദാര്യത്തിന് വെച്ചോ ദാമുക്കുണ്ട, എന്റെ ഔദാര്യത്തിന് വെച്ചോ നീ അത്. ഞാൻ അത് തിരിച്ചടിച്ചെടുത്തോളാം, മനസ്സിലായോ? എന്റെ അവതാരത്തിന് നീ ആ ടർഫ് വെച്ചോ കുറച്ചൊരു 4 ദിവസത്തേക്ക്. എന്റെ അവതാരത്തിന് 4 ദിവസത്തേക്ക് ആ ടർഫ് വെച്ചോടാ കുണ്ടാ നീ. 3 ഇനിഷ്യൽ 2 പ്രീവാർ 2 വാർ 6 ടർഫ് ഓടാ നീ കണ്ടിട്ട് ഇറക്ക് വല്ലപ്പോലും ജയിക്കുന്ന V4 വേശി. ബ്രാവ് ഈ ടർഫ് റീടർഫ് വെച്ചിട്ട് ഈ തള്ളയോളി നാളെ തന്നെ അടിക്കണേ. ഞാൻ വലിക്കാൻ പോണേ. എന്തോ അവ ഇട്ടതാണോ ചാറ്റിൽ? ഇത് അമ്മമാരിപ്പോ ഒഫീഷ്യലി സ്റ്റോറി ഇട്ടതാ. ഇതെന്തോ വലിക്കണ്ടേ ഗൈസ്? ഒരു മിനിറ്റ്, ഇത് നാളത്തേക്ക് തന്നെ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ ബ്രാവോ? അത് അവിടെ ടർഫിന്റെ അവര് നോക്കൂടാ, അവര് നോക്കല്ലേ. വാടാ ഊത്ത് ശിഖണ്ഡി, നിനക്ക് തരാൻ വാ. ഗൈസ് ഒരു മിനിറ്റ്. അവൻ എന്താ ഇട്ടത്? അച്ഛന്റെ പേര് വെച്ചിട്ട് ഇറ്റാച്ചിന്റെ അച്ഛന്റെ പേരിട്ടാ? ഉറപ്പാണോ ഇറ്റാച്ചി എന്ന് വിളിച്ചേ? കേട്ടില്ല. നിന്റെ അച്ഛന്റെ പേരാണോ ട്രാക്ക് ചെയ്തവൻ? അണ്ണ എന്റെ അച്ഛന്റെ പേര് അതാണ്. നമ്മളിവിടെ സ്ഥിരം ലൈവില് ഞാനും സ്നൈപ്പും കൂടെ ഇരുന്ന് സംസാരിക്കാറുള്ളതാണ്, മനസ്സിലായില്ലേ? അതാ വാർച്ചയിലിട്ടോ? ആ അയ്യോ പോയല്ലോടാ. അതെ ഡിസ്കോഡ് മ്യൂട്ട് ചെയ്യണോ? ഹലോ ഹലോ ഹലോ. ഇല്ല മ്യൂട്ട് ചെയ്യണ്ട. മ്യൂട്ടൊന്നും ചെയ്യണ്ട. കണ്ടി ഇത്ര ഫ്രസ്ട്രേഷനാ നിനക്ക്? അതിന്റെ സ്ക്രീൻഷോട്ട് എല്ലാം ഉണ്ടോടാ? ഈ ദാമോ പഴയ ദാമോ? പഴയ ഊത്ത് ശിഖണ്ഡി. അത് സംഭവം എന്താ പറയണ, തന്ത ഇല്ലാത്തവന്മാർക്ക് തന്ത ഉള്ളവരെ കാണുമ്പോ ഒരു ചൊറ വരും, മനസ്സിലായില്ലേ? അത് ശരിയാടാ, അത് സത്യമാണ്. അത് വളരെ കാര്യമാണത്. അവന്മാർക്കൊന്നും ചന്തയിൽ പെട കൊടുക്കാൻ തന്ത ഉണ്ടായിരുന്നില്ല, അതാണ് പ്രശ്നം. കൊച്ചിലെ ഇങ്ങനെ വളർന്നു മറ്റേ തീട്ടമായി മാറി, മനസ്സിലായ? എന്താ കണ്ടി നിനക്ക് ഇത്ര ഫ്രസ്ട്രേഷൻ? എടാ ഊത്ത് കണ്ടി, നിനക്ക് എന്താ ഇത്ര ഫ്രസ്ട്രേഷൻ? നിനക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണല്ലോ. ഞാൻ വേറെ കാര്യം ഞാൻ പറയാട്ടല്ലോ. ലോകത്ത് ഒരു ഗ്യാങ്ങേ ഉണ്ടാവുള്ളൂ, അതായത് ഒരു മെമ്പറിനെ ഗ്യാങ്ങിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ആഴ്ച വാട്സപ്പും ചെക്ക് ചെയ്യുന്ന ഗ്യാങ്. പേഴ്സണൽ വാട്സപ്പ് ചാറ്റ് സ്ട്രീം ചെയ്ത് ഊത്തണ്ണനെ കാണിച്ചില്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല. എടാ കണ്ടി പോടാ തീട്ടവേ. അവന് തന്നെ ട്രസ്റ്റ് ഇല്ല അവന്റെ മെമ്പേഴ്സിനെ, മനസ്സിലായ? അവന് മെമ്പേഴ്സിനെ ട്രസ്റ്റ് ഇല്ല. അവനിങ്ങനെ ആഴ്ച പേഴ്സണൽ മറ്റേ ലവറിന് അതെന്തയച്ചെന്ന് ഊത്തണ്ണനെ സ്ട്രീം ചെയ്ത് കാണിച്ചു കൊടുക്കണം. അച്ചിപ്പട്ടി ഹേറ്റടത്തിന്റെ പുറത്തുള്ള പിള്ളേരെ മാത്രം വലിച്ചു വരുത്തിയ ഒരു ഗ്യാങ് തുടങ്ങിയ നീയൊക്കെ നീ എന്ത് മൂഞ്ചനാടാ നീ ദാമു? എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് KVA വേഴ്സസ് VNV ടർഫ് വാർ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു വിന്നിംഗ് മൊമെന്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ലൊരു ടാഗ് ഹിറ്റ്മാൻ ആർമർ ഹിറ്റ്മാൻ ഡൗൺ ഓടി കേറിയത് നല്ലൊരു പുഷ് KVA ഷെയ്ഖ് മുഹമ്മദ് വാസ്കോ അവർ ഇവിടെ കണ്ടില്ലേ? നല്ല 2 പിക്കുകൾ. അത് ഒരു അൺഎക്സ്പെക്ടഡ് ആംഗിളിൽ നിന്നും VNVയുടെ വക. എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്? VNV പോർട്ടർ വീണ്ടും VNV പോർട്ടർ versus Legacy. VNV പോർട്ടർ versus Legacy. VNV പോർട്ടർ എടുത്തിട്ടുണ്ട്. ഓക്കേ, അവരോട് വാസ്കോ കേറി ലെഗസി കേറി വാസ്കോ കേറി അടിച്ചു. ലെഗസി ഡൗൺ. ലാസ്റ്റ് 0 ആയില്ലേ? തീർന്നു. ഇനി ഞാൻ എന്റെ ഇടണോ?
ലെഗസി സമയം തീരുമ്പോ എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ KVA വേഴ്സസ് MRC സിറ്റുവേഷൻ 2 ദിവസം മുന്നേ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഓസ്റ്റേജ് സിറ്റുവേഷൻ, അതിന്റെ കണ്ടിന്യൂവേഷനെ കുറിച്ച് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇല്ല ബ്രോ, ഒന്നാമത്തെ കേസ് നമ്മള് അവർക്ക് ഇവന്റ് ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതാക്കിയിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് ഇപ്പൊ ഇവര് ഇപ്പൊ രണ്ടായിട്ട് ഏതെങ്കിലും ഒരാളെ കയറ്റി എന്താ കാര്യമുള്ളത്? ഹലോ, അതായത് ഞാൻ ചോദിക്കുള്ളൂ പാപ്പ. അതായത് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സാധനം മാറ്റി വെച്ചത് അല്ലേ? നമുക്ക് മാറ്റിയേക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത്. മറ്റേ കോലീഡറിനെ എടുക്കലോ അല്ലെങ്കിൽ മറ്റേ എഫൈറ്റ് അടിച്ച് പോലും അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. ഇത് പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാധനം അവർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചതാണ്. കുറെ ഫെയർ ഗെയിം പ്ലേ. അതെ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ വീണ്ടും അതേ ഹോസ്റ്റേജിനെ തരാത്ത പക്ഷം ഇത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല. അല്ല, അതാണ് അവര് ഇന്റൻഷ്യലി അല്ല. ഒന്നാമത്തെ കേസ് അവരിപ്പോ ഇന്റൻഷ്യലി അവര് ആള് കയറാണ്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു റാൻഡം പിടിച്ച ആരെങ്കിലും പിടിച്ച് കയറ്റിയിട്ട് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും അതായത് 35, 40 എത്ര റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ കളിക്കുന്ന ഗ്യാങ്ങാണ് പ്ലേയേഴ്സ്. റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്ന ഗ്യാങ്ങിൽ വെറും 2 പേര് മാത്രം സിറ്റി. ബാക്കിയുള്ള 35-ൽ 33 പ്ലേയേഴ്സും ഒരുമിച്ച് ഇന്ന് സിറ്റിയിലില്ല. അല്ല, നാച്ചുറൽ റീസൺ ആണ്. ഇവര് ഇപ്പൊ ഉസ്മാനെ പറഞ്ഞല്ലേ, അവന്റെ ബർത്ത്ഡേ ആണ് ഇത്രന്ന്. ബർത്ത്ഡേ ഉള്ള ഒരുത്തനെ വെച്ചിട്ട് അവര് ഓസ്ട്രേലിയ പറഞ്ഞ അവന്മാരുടെ ഗ്യാങ്ങിന്റെ അവസ്ഥ ഇത്ര ഉളുപ്പില്ലാത്ത. അതെ അതെ അല്ല എടാ, ഞാനതല്ല അതാ ഇത്രയും ഇതാക്കിട്ട് ഇത്ര ഹതപ്പിച്ച് ഇത്ര ഉളുപ്പില്ലാണ്ട് ഒരുത്തൻ ബർത്ത്ഡേ ഉള്ള ഒരുത്തനെ വിളിച്ചിട്ട് ഓസ്ട്രേലിയ വരാതെ അവന്മാരെ നമ്മളൊന്നും ചെയ്യിക്കണ്ട, ബാഡായിട്ട് ഒന്നും ചെയ്യിക്കണ്ട. നോർമലി ബർത്ത്ഡേ വിഷയം ബർത്ത്ഡേ വിഷയം നിന്റെ ബർത്ത്ഡേ എന്താ കേട്ടില്ല. പാക്കുവിന്റെ ആണോ? ഓക്കെ. നമുക്കറിയാം നിന്നെ പിടിച്ചോണ്ട് വന്നാലും നിന്നെ ചോദിക്കാൻ വേണ്ടി ആരും വരത്തില്ല. അങ്ങനത്തെ ഒരു വീട്ടിലാണ് നീ താമസിക്കുന്നതൊക്കെ നമുക്കറിയാം. എന്നാലും വരും, എന്ന് വരും. എപ്പോ വരും? പുതിയ ആൾക്കാർ നോക്കിയിട്ടുണ്ട് ഇപ്പൊ ഗ്യാങ്ങിലുണ്ട്, ഇതിലുണ്ട്, ലൈനപ്പിലുള്ളതല്ലേ? അപ്പൊ അന്ന ഹോസ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ അവര് ചോദിക്കാൻ വരുമോ? ചാറ്റിലുള്ളവർ പറഞ്ഞ വെച്ചിട്ടാണ് നമ്മള് അവന്റെ ബർത്ത്ഡേ ആണെങ്കിൽ നമ്മൾ അവനെ വെച്ചിട്ട് ഒന്നും ബാഡായിട്ട് ചെയ്യിപ്പിക്കണ്ട എന്നുള്ള ഇതിൽ പറഞ്ഞല്ലോ. നമ്മുടെ കൂടെ ഉള്ള MRC അപ്പാപ്പൻ ഒരു കുണ്ടയാണ്. പെട്ടെന്ന് പറ. നമ്മുടെ കൂടെ കുണ്ടയാണ്. നമുക്കറിയത്തില്ലായിരുന്നു. നമ്മുടെ കൂടെ അപ്പാപ്പ ഒരു കുണ്ടയാണ്. MRC അപ്പാപ്പൻ അപ്പാപ്പ ഒരു കുന്നയാണ്. ഒരു കുന്നയാണ്. ബിലാൽ എവിടെ പോയി? ബിലാലെന്തോ തിരക്കിലാണ്. അപ്പൊ ബാക്കിയുള്ളവരവിടെ പോയി? തിരക്കിലാണ്. എല്ലാരും തിരക്കിലാണ്. അല്ലാണ്ട് 35 പേര് ഒരു 35 ഗ്യാങ്ങില് 33 പേര് ഒരുമിച്ച് തിരക്കാവോ? ഇവര് 33 പേര് അല്ല 30 പേരും ഒരുമിച്ച് തിരക്കാവോ? ഒന്ന് ചോദിക്കാനുണ്ട്, ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ 30 പേര് ഒരുമിച്ച് പോകാനുള്ള എന്ത് തിരക്കാണെന്ന് അറിയോ? നമ്മുടെ തിരക്കുണ്ട്. അതായത് ഇത് ഇന്നത്തെ പുതിയ സിറ്റുവേഷൻ അല്ലല്ലോ. ഇന്നത്തെ പുതിയ സിറ്റുവേഷൻ അല്ല, അന്നത്തെ സിറ്റുവേഷന്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ബിലാലെ നമ്മൾ ഹോസ്റ്റേജ് എടുത്ത് കക്കൂസ് കഴിപ്പിച്ചാണ് വിട്ടുള്ളത്. അതിന്റെ കണ്ടിന്യൂഷൻ. ഇന്ന് ബിലാല് വരാൻ പറ്റാത്തതുകൊണ്ട് അത് മറ്റവനെ വെച്ച് കണ്ടിന്യൂ ആക്കി ആ സിറ്റുവേഷൻ
ഹോസ്റ്റേജ് സിറ്റുവേഷൻ കംപ്ലീറ്റ് ആക്കി, അത്രേ ഉള്ളൂ. സ്റ്റിൽ അവരുടെ ഗ്യാങ് മെമ്പറിനെ ഒരാളെ കക്കൂസ് കഴിപ്പിച്ചാൽ നമ്മൾ വിട്ടിട്ടുള്ളത് ആ സിറ്റുവേഷൻ്റെ ബാക്കിയാണ്. അതിലവർക്ക് സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ല, അവർക്കത് കണ്ടിന്യൂ ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗ്യാങ്ങിൻ്റെ കഴിവ് കേട്, അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.